കേരളം എന്നത് എക്കാലത്തും ഉയർന്ന സാക്ഷരതയുടെയും വിവേകത്തിൻ്റെയും സാംസ്കാരിക ബോധത്തിൻ്റെയും പര്യായമായാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും പൊതുവിടങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പുലർത്താനും മലയാളികൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടെന്നാണ് പൊതുവെയുള്ള വെയ്പ്പ്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങൾ ഈ പരമ്പരാഗത വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സ്മാർട്ട് ഫോണുകളുടെ കടന്നുകയറ്റവും മനുഷ്യരുടെ പെരുമാറ്റ രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിരുവിടുന്ന പ്രവൃത്തികൾ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള അതൃപ്തിയാണ് സൃഷ്ടിക്കുന്നത്. മറ്റുള്ളവരെ നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്ന പാപ്പരാസി ശൈലിയിലുള്ള മാധ്യമ പ്രവർത്തനം ഇന്ന് കേരളത്തിലും ഒരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. ഏതൊരു വ്യക്തിക്കും ഏറ്റവും വിലപ്പെട്ടത് അവരുടെ സ്വകാര്യതയാണ്. അത് ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ദുഃഖകരമായ അവസ്ഥകളിൽ അങ്ങേയറ്റം അപലപനീയമാണ്. ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്നത് പൂർണ്ണമായും നിഷേധിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ മോശമായതോ ആയ ഒന്നല്ല. മാധ്യമരംഗത്ത് വലിയൊരു ജനാധിപത്യവൽക്കരണം കൊണ്ടുവരാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും താൽപ്പര്യങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടോ അവഗണിക്കപ്പെടുന്ന നിരവധി പ്രാദേശിക പ്രശ്നങ്ങളും അഴിമതികളും ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശക്തരായ വ്യക്തികൾക്കെതിരെ വാർത്തകൾ നൽകാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിക്കുമ്പോൾ യാതൊരു ഭയവുമില്ലാതെ ആ വാർത്തകൾ പുറത്തു കൊണ്ടുവരാനുള്ള തൻ്റെ ഇടം പല ഓൺലൈൻ പോർട്ടലുകളും കാണിക്കാറുണ്ട്. ഒരു പരിധിവരെ സാധാരണക്കാരുടെ ശബ്ദമായി മാറാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യവും അധികാരവും ദുരുപയോഗം ചെയ്യപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതിലുപരി വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അനുവാദമില്ലാതെ ഒളിഞ്ഞു നോക്കുന്ന തലത്തിലേക്ക് ചില മാധ്യമങ്ങൾ തരം താഴുന്നു. ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളാണ് പ്രിയപ്പെട്ടവരുടെ വേർപാട് സൃഷ്ടിക്കുന്ന വേദനയുടെ സമയം. ഈ സമയത്ത് അവർക്ക് വേണ്ടത് ആശ്വാസവും സ്വകാര്യതയുമാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ പോലും തങ്ങളുടെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കാനുള്ള അവസരമായി കാണുന്ന പ്രവണതയാണ് ഇന്ന് വർദ്ധിച്ചു വരുന്നത്. ഉദാഹരണത്തിന് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലിംകുമാറിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പറവൂരിലെ വസതിയായ ലാഫിംഗ് വില്ലയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുന്ന ചടങ്ങിനിടെയുണ്ടായ സംഭവങ്ങൾ മാധ്യമ ധാർമ്മികതയുടെ സകല അതിരുകളും ലംഘിക്കുന്നതായിരുന്നു. പിതാവിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുന്ന മകൻ ചന്തുവിനോട് കുറച്ച് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും അത് കൂട്ടാക്കാതെ ക്യാമറകളുമായി ഇരച്ചു കയറുന്ന മാധ്യമ പ്രവർത്തകരുടെ കാഴ്ച അങ്ങേയറ്റം ദയനീയമാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട ചന്തുവിന് നിറകണ്ണുകളോടെ "എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എല്ലാവരും കുറച്ച് മാറി നിൽക്കാനല്ലേ പറഞ്ഞത്" എന്ന് രോക്ഷത്തോടെ അലറേണ്ടി വന്നു. സ്വന്തം അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ പോലും സമാധാനപരമായി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു കുടുംബത്തിന് എത്രമാത്രം മാനസികാഘാതം സൃഷ്ടിക്കുന്നുണ്ടെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അമ്മയും സഹപ്രവർത്തകരും ചേർന്ന് ചന്തുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ക്യാമറകൾ ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ മത്സരിക്കുകയായിരുന്നു. ഗാർഡ് ഓഫ് ഓണർ നൽകാനെത്തിയ പോലീസുകാർക്ക് പോലും തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ ബുദ്ധിമുട്ട് നേരിട്ടു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. യൂട്യൂബ് ചാനലുകാരെ കൂടാതെ അവിടെ എത്തിയ സാധാരണക്കാരും ഈ വിവേകമില്ലായ്മയിൽ പങ്കുചേർന്നു എന്നതാണ് മറ്റൊരു ദുഃഖസത്യം. ദുഃഖാചരണത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രമുഖരുടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ അവർ മത്സരിച്ചു. ഒടുവിൽ പോലീസ് ഇടപെട്ടിട്ടും ബഹളം ശമിക്കാതെ വന്നപ്പോഴാണ് ഒരു മകൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ഈ സംഭവത്തിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചന്തുവിൻ്റെ വികാരാധീനമായ വാക്കുകൾ നിരവധി പേരുടെ കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്തു. ചന്തുവിനെ അനുകൂലിച്ചും ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്ന മാധ്യമങ്ങളെ നിശിതമായി വിമർശിച്ചും പൊതുസമൂഹം ഒന്നടങ്കം രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. മുൻപ് നടൻ ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന റിപ്പോർട്ടുകളിലും ഇതേ ജനക്കൂട്ട മാനസികാവസ്ഥ നാം കണ്ടതാണ്. ക്യാമറകളിലും മൊബൈൽ ഫോണുകളിലും ദൃശ്യങ്ങൾ പകർത്താനും അതുടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ലൈക്കുകൾ വാരിക്കൂട്ടാനുമുള്ള തിടുക്കമാണ് അവിടെയും നമ്മൾ കണ്ടത്. ഈ പ്രവണതകൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും പ്രമുഖരിൽ നിന്നും കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഈ വിഷയത്തിൽ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ ഇത്തരം ഔചിത്യമില്ലായ്മയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. പ്രമുഖ നിർമ്മാതാവും മാധ്യമ പ്രവർത്തകയുമായ സുപ്രിയ മേനോൻ ഇതിനെതിരെ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. ദുഃഖമെന്നത് തികച്ചും വ്യക്തിപരമായ ഒന്നാണെന്നും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അവർ തന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ ഓർമ്മിപ്പിച്ചു. മരണവീടുകൾ സിനിമാ ലൊക്കേഷനുകളായി ആഘോഷിക്കേണ്ട വേദികളോ അല്ലെന്ന അടിസ്ഥാന ബോധം നഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്നത് ആശങ്കാജനകമാണ്. എന്തുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഇത്രത്തോളം നിർവികാരമായി പെരുമാറുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത് ഇന്നത്തെ ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയിലാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള നേരിട്ടുള്ള വരുമാനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്.
യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അൽഗോരിതങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിലനിൽപ്പിനായി അവർക്ക് നിരന്തരം പുതിയ കണ്ടന്റുകൾ, പ്രത്യേകിച്ച് വൈകാരികമായി ആളുകളെ ആകർഷിക്കുന്ന ക്ലിക്ക് ബൈറ്റ് കണ്ടന്റുകൾ ആവശ്യമായി വരുന്നുണ്ട്. കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോകൾക്ക് മാത്രമേ ഇന്ന് വിപണിയിൽ മൂല്യമുള്ളൂ. വീഡിയോകളുടെ റീച്ച് കാണിച്ചാണ് പലരും പരസ്യങ്ങളും ബ്രാൻഡുകളുമായുള്ള കൊളാബുകളുമെല്ലാം സ്വന്തമാക്കുന്നത്. ഒരു സെലിബ്രിറ്റിയുടെ ദുഃഖം, ഒരു മകൻ്റെ കണ്ണുനീർ, ഒരു കുടുംബത്തിൻ്റെ നിസ്സഹായത എന്നിവയെല്ലാം ഈ വ്യവസായത്തിൻ്റെ വെറും കണ്ടന്റ് മാത്രമായി മാറുകയാണ്. ക്യാമറകൾ എത്രത്തോളം ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുവോ അത്രത്തോളം എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ കിട്ടുമെന്നും അത് കൂടുതൽ കാഴ്ചക്കാരെ കൊണ്ടുവരുമെന്നുമുള്ള തെറ്റായ ചിന്തയാണ് ഈ പാപ്പരാസി സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നത്. ഈ മത്സരത്തിൽ പലർക്കും നഷ്ടമാകുന്നത് മനുഷ്യത്വം എന്ന അടിസ്ഥാന വികാരമാണ്. ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലി ചെയ്യരുത് എന്നല്ല ഇതിനർത്ഥം. വാർത്തകൾ ശേഖരിക്കാനും ജനങ്ങളെ അറിയിക്കാനുമുള്ള പൂർണ്ണ അവകാശം അവർക്കുണ്ട്. എന്നാൽ അത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും അനുവാദമില്ലാതെ കടന്നു കയറിക്കൊണ്ടാകരുത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ഈ മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കും. ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ അത് ക്രമേണ വലിയ നിയന്ത്രണങ്ങളിലേക്കും നിയമ നടപടികളിലേക്കും നയിച്ചേക്കാം. ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളെ പൂർണ്ണമായി വിലക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ മേഖലയിൽ സത്യസന്ധമായും ധാർമ്മികമായും പ്രവർത്തിക്കുന്ന നിരവധി മാധ്യമ പ്രവർത്തകരെയായിരിക്കും. സ്വന്തമായി ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി കഷ്ടപ്പെട്ട് വാർത്തകൾ കണ്ടെത്തി ഉപജീവനം നടത്തുന്ന അനേകം ചെറുപ്പക്കാരുണ്ട്. കുറച്ചുപേർ കാണിക്കുന്ന അമിത ആവേശവും വിവേകമില്ലായ്മയും കാരണം ഈ വലിയൊരു വ്യവസായത്തിൻ്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായി തുടങ്ങിയ എന്നെപ്പോലെയുള്ള ഏതൊരാൾക്കും ഈ മേഖലയിൽ നിലനിന്ന് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാകും. എന്നാൽ ആ നിലനിൽപ്പ് ഒരിക്കലും മറ്റൊരാളുടെ കണ്ണുനീരിൻ്റെയോ സ്വകാര്യതയുടെയോ ചിലവിലാകരുത്. മാധ്യമ പ്രവർത്തനം എന്നത് എക്കാലത്തും ഉത്തരവാദിത്തമുള്ള ഒരു പ്രൊഫഷനാണ്. ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സദാചാരവും ധാർമ്മികതയും കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യതയും അവർക്കുണ്ട്. ക്യാമറകൾ ഒരായുധമായി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന പാപ്പരാസി സംസ്കാരം കേരളം പോലെയൊരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല. സ്വന്തം നേട്ടങ്ങൾക്കായി എന്ത് അതിക്രമവും കാണിക്കാമെന്ന ചിന്ത മാറേണ്ടതുണ്ട്. വ്യൂവർഷിപ്പും പരസ്യ വരുമാനവും പ്രധാനമാണെങ്കിലും അതിനേക്കാൾ വളരെ വലുതാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സും സ്വകാര്യതയും. ദുഃഖങ്ങളെ വിൽപ്പന ചരക്കുകളാക്കുന്ന ഈ പ്രവണത അവസാനിപ്പിച്ചേ മതിയാകൂ. അതിനായി മാധ്യമ സ്ഥാപനങ്ങൾ സ്വയം നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അതിനോടൊപ്പം ഇത്തരം വീഡിയോകൾ കാണാനും പ്രചരിപ്പിക്കാനും വിസമ്മതിച്ചുകൊണ്ട് പൊതുസമൂഹം തങ്ങളുടെ പക്വത തെളിയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.